മുനമ്പം നിവാസികൾക്ക് ആശ്വാസം. മുനമ്പത്ത് താമസിക്കുന്നവരിൽ നിന്ന് ഭൂനികുതി സ്വീകരിക്കാൻ സർക്കാരിന് ഹൈക്കോടതി അനുമതി നൽകി. കേസിൽ അന്തിമ വിധി വരുന്നതുവരെ കരം സ്വീകരിക്കണമെന്നാണ് നിർദ്ദേശം. ഉത്തരവ് മുനമ്പം നിവാസികൾ സ്വാഗതം ചെയ്തു. അതായത് കഴിഞ്ഞ 4 വർഷമായിട്ട് മുനമ്പത്തെ ജനതയുടെ റവന്യൂ അവകാശങ്ങൾ തടങ്കലിലായിരുന്നു. അതിനുള്ള കാരണം വഖഫ് ബോർഡ് ഒരു കത്ത് റവന്യൂ അധികാരികൾക്ക് അയച്ചതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു. അങ്ങനെ ഒരു പ്രൊവിഷൻ ഈ വഖഫ് ആക്ടിലേ ഇല്ല. വഖഫ് ആക്ടിലെ ഒരു വസ്തുവിനെ വഖഫ് ആക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം ഒരു സർവേ നടത്തണം, ക്വസൈ ജുഡീഷ്യൽ എൻക്വയറി നടത്തണം, ആൾക്കാരൊക്കെ നോട്ടീസ് അയച്ച് അവർക്ക് പറയാനുള്ളത് കേൾക്കണം. അതിനുശേഷം സമഗ്രമായ ഒരു റിപ്പോർട്ട് തയ്യാറാക്കി സർക്കാരിലേക്ക് അയക്കണം. സർക്കാർ അതിനെ ഗസറ്റ് നോട്ടിഫിക്കേഷൻ ചെയ്യുമ്പോൾ മാത്രമേ ഒരു വസ്തു വഖഫാവൂ. പക്ഷേ വഖഫ് ബോർഡ് ഇതൊന്നും ചെയ്യാതെ ഒരു കത്ത് എഴുതി വില്ലേജ് ഓഫീസർമാർക്ക് അയച്ചു, ഒരു കോപ്പി തഹസീൽദാർക്ക് കൊടുത്തു. നിങ്ങളിനി മുനമ്പത്തെ ജനങ്ങളിൽ നിന്നും കരം സ്വീകരിക്കാൻ പാടില്ല. ഇത് സർക്കാർ അങ്ങനെ ഒരു തെറ്റായ ഒരു കത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ അത് 2 കൈ നീട്ടി സ്വീകരിച്ചതിന് ശേഷം ഈ ജനങ്ങളുടെ റവന്യൂ അവകാശം നിഷേധിച്ചു. വിലപ്പെട്ട ഒരു വിധിയാണ് ഞങ്ങൾക്ക് കിട്ടിയത്. ഞങ്ങൾ ഇത് ചോദിച്ചു വാങ്ങിയ വിധിയാണ്. ഇത് പ്രത്യേകം എടുത്ത് പറയേണ്ടത് ഇത് ഭൂസംരക്ഷണ സമിതിക്ക് കിട്ടിയേക്കുന്ന വിധിയല്ല. എൻ്റെ സഹോദരൻ സെബാസ്റ്റ്യൻ ജോസഫ്, കൃഷ്ണനുണ്ണി എന്ന് പറയുന്ന ഒരു വക്കീലിനെ പുതുതായിട്ട്, കാരണം ഭൂസംരക്ഷണ സമിതിയുടെ പോക്ക് ശരിയല്ല, അതൊരു കോൺഗ്രസിന് അടിമപ്പെട്ട ഒരു സംഘടനയായി മാറിയപ്പോൾ ഞങ്ങളെല്ലാവരും ഭൂസംരക്ഷണ സമിതി മെമ്പർമാരാണ്. ഞങ്ങളെല്ലാവരും രാജി, സ്പെഷ്യലി നിങ്ങൾ കഴിഞ്ഞ ആഴ്ച കാണും കൺവീനർ കോൺഗ്രസിന്റെ ഒരു സ്ഥാനാർത്ഥി വന്ന കാലം തുടങ്ങിയതിന് ഞങ്ങളെല്ലാവരും ഇതിൽ നിന്ന് പിൻവാങ്ങിയ ആൾക്കാരാണ്. അപ്പോൾ ഇന്ന് ദൈവത്തിന്റെ കയ്യൊപ്പ് എന്ന് പറയുന്നത് മുൻപത്തെ എന്നും ഒരു ദൈവത്തിന്റെ കയ്യൊപ്പാണ് നടന്നിരിക്കുന്നത്. അതുപോലെ ഒരു കയ്യൊപ്പാണ് ഞങ്ങൾക്കറിയാമായിരുന്നു. ഇന്ന് വീണ്ടും ഒരു ചതി ഇവിടെ നടക്കാൻ സാധ്യതയുണ്ടെന്ന് അറിഞ്ഞതുകൊണ്ട് മാത്രം, അതിനുള്ള ഏറ്റവും വലിയൊരു തെളിവാണെന്ന് മറ്റുള്ള വക്കീലന്മാരും ഇവർ എപ്പോഴും നാഴികയ്ക്ക് 40 തോട്ടം പറയണ റബ്ബർ തോട്ടം ഹാജരാകുമെന്ന് പറഞ്ഞാൽ ഒരു തോട്ടവും ഇന്ന് ഹാജരായിട്ടില്ല. ഇന്ന് ഞങ്ങളുടെ കൃഷ്ണനുണ്ണി സാറാണ് ഞങ്ങൾക്ക് ഇവിടെ ഹാജരായത്. ഞങ്ങൾക്ക് അതിൽ വളരെയേറെ സന്തോഷമുണ്ട്. കാരണം കഷ്ടപ്പെട്ട് ജീവിക്കുന്നു കുറച്ച് ആൾക്കാർക്കല്ല, കുറച്ച് ആൾക്കാർ അങ്ങനെ എങ്ങനെയെങ്കിലും, ബാക്കി ഒരു കൂട്ടം ജനത ഒരു 4 വർഷമായിട്ട് കഷ്ടപ്പാട് ഞങ്ങൾ. പിന്നെ അതിലെല്ലാത്തിനുപരി ഞങ്ങൾക്ക് നന്ദിയുള്ളത് കാരണം ഇപ്പോഴത്തെ കേന്ദ്ര സർക്കാരിനോടാണ്, നരേന്ദ്രമോദി സർക്കാരിന് പുതിയൊരു നിയമം വന്നതിന്റെ ഒരൊറ്റ പിൻബലത്തിലാണ് ഇങ്ങനത്തെ ഒരു വിധി ഉണ്ടാക്കാനായിട്ടും ഇന്ന് സാധിച്ചിരിക്കുന്നത്. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്നും വിശദാംശങ്ങളുമായി. ആജ്ഞ, ഈ മുനമ്പം നിവാസികൾ പറയുന്നത് പോലെ കഴിഞ്ഞ 4 വർഷത്തിലധികം നീണ്ട നിയമ പോരാട്ടം, സമര പോരാട്ടം, ഏറ്റവും ഒടുവിൽ ആശ്വാസകരമായൊരു വിധി ഹൈക്കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നു. ഭൂനികുതി സ്വീകരിക്കാൻ സർക്കാരിന് അനുമതി നൽകിയിരിക്കുന്നു. എന്താണ് ഹൈക്കോടതി ഇന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട് നൽകിയ ഹൈക്കോടതിയുടെ ഉത്തരവിൽ എന്താണ് പറയുന്നത്? അടുത്തിടെ ഡിവിഷൻ ബെഞ്ചിന്റെ ഒരു ഉത്തരവുണ്ടായിരുന്നു. ഇത് വഖഫ് ഭൂമി അല്ല എന്ന് ഡിവിഷൻ ബെഞ്ച്, അതായത് മുനമ്പത്തെ ഭൂമി വഖഫ് ഭൂമി അല്ല എന്ന് ഡിവിഷൻ ബെഞ്ച് ഉത്തരവിടുത്ത് അത് കണ്ടെത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് സർക്കാരിന് ഈ ഉത്തരവ് നൽകിക്കൂടെ എന്നാവശ്യപ്പെട്ടുള്ള ഹർജിയും കൂടി, അതായത് റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കാനുള്ള മുനമ്പത്തുകാരുടെ ആവശ്യം കൂടി അംഗീകരിച്ചുകൂടെ എന്നുള്ള ഒരു ഹർജി കൂടി കോടതിയിലെത്തുന്നത്. ആ സാഹചര്യത്തിലാണ് ആ ഹർജികളുടെ അടിസ്ഥാനത്തിൽ മുനമ്പൻ ജനതയുടെ ടോം സൂചിപ്പിച്ചതുപോലെ 4 വർഷത്തോളമുള്ള പോരാട്ടത്തിനൊടുവിലാണ് കഴിഞ്ഞ 400 ദിവസമായി മുനമ്പത്ത് ആളുകൾ, അതായത് റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ചു കിട്ടാൻ വേണ്ടി കഴിഞ്ഞ 400 ദിവസത്തിലധികമായി മുനമ്പത്തെ ആളുകൾ സമരത്തിലാണ്. അവരുടെ അവകാശങ്ങൾക്ക് അല്ലെങ്കിൽ നീണ്ടകാലത്തെ പ്രതിഷേധങ്ങൾക്കും പോരാട്ടങ്ങൾക്കും ഒടുവിൽ ആശ്വാസകരമായ ഒരു വിധിയാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുകൊണ്ട്. അത് ജസ്റ്റിസ് സി ജയചന്ദ്രൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചിന്റേതാണ് വിധി. എന്തായാലും മുനമ്പത്തെ ഭൂമിയിൽ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കാനുള്ള നീക്കം അല്ലെങ്കിൽ മുൻപത്തെ ആളുകൾക്ക് കരം എടുക്കാനുള്ള അവകാശം, അവരിൽ നിന്നും കരം സ്വീകരിക്കാനുള്ള അവകാശം റവന്യൂ വകുപ്പിന് നൽകിക്കൊണ്ടാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. മുൻപത്തെ ആളുകൾ ഇപ്പോൾ കരം നൽകി തുടങ്ങിയിട്ടുണ്ട്, റവന്യൂ വകുപ്പ് സ്വീകരിച്ചു തുടങ്ങിയിട്ടുമുണ്ട്. അതായത് അവരുടെ ഈ കഴിഞ്ഞ 4 വർഷമായിട്ട് വഖഫ് ഭൂമിയാണ് എന്നതുമായി ബന്ധപ്പെട്ട് വഖഫ് ബോർഡിൽ നിന്നും സംസ്ഥാന റവന്യൂ വകുപ്പിന് ഈ നിർദ്ദേശം കിട്ടുകയും അത് ഈ മുൻപത്തുകാരുടെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കേണ്ട സാഹചര്യം ഇല്ല, അത് അവരിൽ നിന്നും കരം വാങ്ങേണ്ടുന്ന സാഹചര്യമില്ല, അവർക്ക് ഭൂനികുതി അടയ്ക്കാനുള്ള അവകാശമില്ല എന്ന് കാട്ടിക്കൊണ്ട് വഖഫ് ബോർഡ് ഇവർക്ക് റവന്യൂ വകുപ്പിന് നിർദ്ദേശം നൽകിയിരുന്ന സാഹചര്യത്തിലാണ് കഴിഞ്ഞ 4 വർഷമായിട്ട് ഇവരുടെ റവന്യൂ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടിരുന്നത്. അതിനുവേണ്ടിയായിരുന്നു ഈ 4 വർഷമായി ഇവർ നടത്തിയിരുന്ന പോരാട്ടവും അതിനുവേണ്ടിയായിരുന്നു. കഴിഞ്ഞ 400 ദിവസമായി റിലേ നിരാഹാര സമരമായിരുന്നു മുൻപത്ത് വന്നത്. ഇതിനിടയിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് കഴിഞ്ഞ ഈ അടുത്ത സമയത്ത് തന്നെയാണ് ഹൈക്കോടതി
ഡിവിഷൻ ബെഞ്ച് മുനമ്പത്തെ ഭൂമി വഖഫ് ഭൂമിയല്ല, അതിൽ 1950 സിദ്ദീഖ് സേട്ട് നൽകിയിരിക്കുന്ന ഡീഡ് അനുസരിച്ചിട്ട് എഡ്യൂക്കേഷൻ പർപ്പസിനാണ് നൽകിയിരിക്കുന്നത്. അത് ഫാറൂഖ് കോളേജിന്റെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തിയില്ലെങ്കിൽ അത് തിരിച്ച് തന്നിലേക്കോ അതല്ലെങ്കിൽ തന്റെ ഹയർസിലേക്ക്, അതായത് പിൻഗാമികളിലേക്കോ തിരിച്ചെത്തണം. അതായത് തിരിച്ചെടുക്കാനുള്ള അവകാശം, തന്റെ അനന്തരാവകാശികളിലേക്ക് തിരിച്ചെടുക്കാനുള്ള അവകാശം അതിൽ വ്യക്തമായി സൂചിപ്പിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ഭൂമി വഖഫ് അല്ല എന്ന് തന്നെയാണ് ഹൈക്കോടതി നിരീക്ഷണം. അങ്ങനെയാണ്. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ റവന്യൂ അധികാരം കൂടി പുനഃസ്ഥാപിച്ചു നൽകേണ്ടത്. സുപ്രീം കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട തർക്കം നിലനിൽക്കുന്നുണ്ട്. തീർച്ചയായും ആജ്ഞയുടെ സ്വന്തം ഭൂമിയിൽ ജീവിക്കാൻ വേണ്ടി ഒരു ജനത നടത്തിയ പോരാട്ടം, ന്യായമായിട്ടുള്ള ആവശ്യത്തിന് വേണ്ടിയായിരുന്നു അവർ കഴിഞ്ഞ കുറേ നാളുകളായി സമരരംഗത്തിറങ്ങിയത്. പക്ഷേ ഈ സമരസമിതിക്കിടയിൽ എന്തെങ്കിലും തർക്കമോ പ്രശ്നമോ ഭിന്നതയോ ഉണ്ടായിട്ടുണ്ടോ? ഈ മുനമ്പം നിവാസികളുടെ പ്രതികരണത്തിൽ നിന്നും ഈ ഹൈക്കോടതിയിൽ നിയമപോരാട്ടം നടത്തിയ ആളുകൾക്കിടയിൽ ചില ഭിന്നതയുണ്ടെന്ന് അവരുടെ വാക്കുകളിൽ നിന്നും വ്യക്തമാണല്ലോ. എന്താണ് അതിന് കാരണം? മുനമ്പത്തെ വിഷയത്തിൽ നിരാഹാര സമരത്തിലുമൊക്കെ നമുക്കറിയാം രാഷ്ട്രീയപരമായുള്ള ഇടപെടലുകൾ നിരവധി ഉണ്ടാകുന്നുണ്ട്. അത് ഹൈജാക്ക് ചെയ്യാൻ പല രാഷ്ട്രീയ സംഘടനകളിലും തങ്ങളുടേതായ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. ആ ശ്രമങ്ങളുടെയൊക്കെ ഫലമായിട്ട് മുനമ്പത്തെ ആളുകൾ ഭിന്നിച്ചു പോകുന്ന, അതായത് ആദ്യഘട്ടത്തിൽ അവരുടെ ലക്ഷ്യം മുനമ്പത്തെ ഭൂമിയിൽ റവന്യൂ അവകാശങ്ങൾ തിരിച്ചെടുക്കുക എന്നുള്ളത് തന്നെയായിരുന്നു. അവരുടെ ടോം സൂചിപ്പിച്ചതുപോലെ അവരുടെ സ്വന്തം ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശം നേടിയെടുക്കുക എന്നുള്ളത് തന്നെയായിരുന്നു. പല ആളുകൾക്കും ബാങ്ക് ലോൺ ഉൾപ്പെടെ, മക്കളുടെ വിവാഹം ഉൾപ്പെടെ, അല്ലെങ്കിൽ രോഗാവസ്ഥയിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി ലോൺ എടുക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ഈ ഒരു നിർദ്ദേശവുമായി ബന്ധപ്പെട്ട് തടസ്സം ഉണ്ടായിരുന്നു. അതിനൊക്കെ പരിഹാരം വേണമെന്നുള്ളത് തന്നെയായിരുന്നു അവരുടെ ആവശ്യം. അങ്ങനെയായിരുന്നു. അതായത് അവരവരുടെ കയ്യിലിരിക്കുന്ന അധ്വാനിച്ചുണ്ടാക്കിയ പണം കൊടുത്തിട്ട് അവരുടെ പേരിലേക്ക് എഴുതി വാങ്ങിയ ഭൂമിയാണ്. കഴിഞ്ഞ 4 വർഷത്തിന് മുൻപ് വരെയും ഈ പറയുന്ന ഭൂമിയിൽ അവർക്ക് റവന്യൂ അവകാശങ്ങൾ, ഭൂമി കൈവശാവകാശം ഉണ്ടായിരുന്നു. ആ അവകാശമാണ് പെട്ടെന്ന് ഒരു ദിവസം നിഷേധിക്കപ്പെടുന്നത്. അതിനു വേണ്ടിയുള്ള മുനമ്പത്തെ ജനതയുടെ പോരാട്ടം തുടങ്ങിയത് ആദ്യഘട്ടത്തിൽ അവർ ഒറ്റക്കെട്ടായിട്ട് തന്നെയായിരുന്നു. പിന്നീട് അതിലേക്ക് രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടാകുന്നു. ഈ രാഷ്ട്രീയ ഇടപെടലുകൾ ടോം സൂചിപ്പിച്ചതുപോലെ മുനമ്പത്തെ ആളുകൾ തമ്മിലുള്ള തർക്കത്തിലേക്കും ഭിന്നതയിലേക്കും എത്തിയിരുന്നു എന്നുള്ള കാര്യം വ്യക്തമാണ്. അത് പിന്നീട് അവിടെ നിന്നും കോൺഗ്രസിന്റെ ആളുകളും BJPയുടെ ആളുകളും എന്ന് തിരിഞ്ഞ് പല ആളുകൾ, മുൻപത്തുള്ള ആളുകൾ 50 ആളുകൾ BJPയിൽ ചേരുന്നു, കുറച്ചാളുകൾ കോൺഗ്രസിലേക്ക് മാറുന്നു. കോൺഗ്രസിന്റെ നിലപാടുകൾ ഇതിലേക്ക് ഇമ്പോസ് ചെയ്യാൻ ശ്രമിക്കുന്നു, തിരിച്ച് BJPയുടെ നിലപാടുകൾ ഇമ്പോസ് ചെയ്യാൻ ശ്രമിക്കുന്നു. സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ മൗനം പാലിക്കുന്നു. തുടങ്ങി നിരവധി പ്രശ്നങ്ങളിലൂടെയും നിരവധി രാഷ്ട്രീയ ഇടപെടലുകളിലൂടെയും കടന്നുപോയിട്ടുള്ള ഒരു പശ്ചാത്തലം കൂടി ഈ മുനമ്പം സമരത്തിനുണ്ട്. മുനമ്പം സംരക്ഷണ സമിതിയിൽ പലരും ഇതുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ ഇടപെടലുകൾ കാരണം മൗനം പാലിക്കുന്ന സാഹചര്യമുണ്ട് എന്ന് തന്നെയാണ് ഇന്ന് ഹർജിയുമായി ബന്ധപ്പെട്ട കോടതിയിലെത്തിയ മുനമ്പം നിവാസികൾ പറഞ്ഞത്. കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.